ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ബിറ്റ് കോയിനെ പറ്റിയാണ്. ബിറ്റ് കോയിൻ 100K ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ബിറ്റ് കോയിൻ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ ബിറ്റ് കോയിൻ 100K ക്രോസ് ചെയ്തു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100K കഴിഞ്ഞ് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും 100K ഹിറ്റ് ചെയ്ത് കഴിയുമ്പം അവർക്ക് അത്യാവശ്യം, അതായത് 60Kയിലോ ഒക്കെ വാങ്ങിച്ചവർക്ക് ആക്ച്വലി 40K ഓളം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കുറേ പേര് ക്യാഷ് ഔട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബിറ്റ് കോയിൻ ആക്ച്വലി ഇത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി താഴത്തേക്ക് പോകും. അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തുമാത്രം പോകുമെന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ ഇന്ന് താഴത്തോട്ട് വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകുമായിരിക്കും. പക്ഷേ എല്ലാം US-ലെ ബിറ്റ് കോയിൻ അഡോപ്ഷനെ ബേസ് ചെയ്തിരിക്കും. ട്രംപിൻ്റെ ഇനോഗ്രേഷൻ സമയത്ത് ട്രംപ് എന്തെങ്കിലും ക്രിപ്റ്റോയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും, എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞാൽ താഴത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു ട്രജക്ടറി. അപ്പം അതനുസരിച്ച് കാര്യങ്ങൾ. അപ്പം ഇത് റിസ്ക്കിയാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഓൾറെഡി ബിറ്റ് കോയിൻ കയ്യിലില്ലാത്തവർക്ക് ഇപ്പോൾ ബിറ്റ് കോയിൻ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഒരുപാട് പൈസ മുടക്കി ബിറ്റ് കോയിൻ ഇപ്പോൾ മേടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അപ്പം ആക്ച്വലി ഏത് സമയത്തും ആ ഒരു റിസ്ക് ഉണ്ട്. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ ആ ഒരു റേറ്റും ഇതൊക്കെ വെച്ചിട്ട് 100K നിൽക്കുന്ന സമയത്ത് ആ ബിറ്റ് കോയിൻ എനിക്ക് എന്തായാലും വില മുകളിലോട്ടേ പോവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. US-ൻ്റെ ഡിസിഷൻ അനുസരിച്ച്. US ഒരു ബിഗ് കൺട്രോളറാണ് ആ ഒരു ഇതിൽ. അപ്പം അത് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് US-ൻ്റെ ആ ഒരു ഡിസിഷൻ വെയിറ്റ് ചെയ്തിരിക്കുക. ആ ഡിസിഷൻ വരുന്നവരെ നമുക്ക് പറയാൻ പറ്റില്ല അത് മുകളിലോട്ട് പോകും താഴത്തോട്ട്. അപ്പം നല്ല, അതായത് പോസിറ്റീവ് ഡിസിഷൻ ആണെങ്കിൽ എന്തായാലും പ്രൈസ് മുകളിലോട്ട് പോകും. നെഗറ്റീവ് ഡിസിഷൻ ആണെങ്കിൽ പ്രൈസ് നേരെ താഴത്തോട്ട് വരും. അപ്പോൾ അത് ബിറ്റ് കോയിനെ ഫസ്റ്റ് എഫക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഓൾട്ട് കോയിൻസ് എല്ലാം എഫക്റ്റ് ചെയ്യും. അതായത് ഇപ്പം നടക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XRPയുടെ പമ്പാണ്. XRP മുകളിലേക്ക് പോയി, പിന്നെ ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് വന്നിട്ടുണ്ട് വീണ്ടും. അപ്പോൾ അതിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ XRPയുടെ വാല്യൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായി. XRP ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാനൊരു വേറെ വീഡിയോ ചെയ്യാം. കാരണം XRP എനിക്കിഷ്ടമുള്ളൊരു കോയിനാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷേ അതിനെ കുറച്ചൊരു റിസർച്ച് ചെയ്യാതെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. അതല്ലാണ്ട് ബിറ്റ് കോയിൻ്റെ വിശേഷം എന്ന് പറയുന്നത്, ബിറ്റ് കോയിൻ ഇപ്പോൾ ഹൈ ആണ്, വളരെ ഓൾ ടൈം ഹൈ ആണ്. ഇച്ചിരി ഡിപ്പായിട്ടുണ്ട്, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമല്ല ഇപ്പം. നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ട്, നിങ്ങൾക്ക് ഫൊർഗെറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ വേണമെങ്കിൽ റിസ്ക് എടുക്കാം. പക്ഷേ അതൊരു റിസ്ക്കാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ എടുക്കുക. എല്ലാം US-ൻ്റെ ട്രംപിൻ്റെയും ഡിസിഷൻ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ഡിസിഷൻ എടുക്കുക. ഇപ്പോൾ ആരെങ്കിലും ഓൾറെഡി ബിറ്റ് കോയിൻ ഉള്ളവരാണെങ്കിൽ നല്ല ടൈമാണ്, നല്ല പ്രോഫിറ്റാണ്. അത് ഡിപ്പെൻസ്. കൂടുതൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ഈ റിസ്ക് ഉണ്ട്. റിസ്ക്കും ഇത് നോക്കിയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഒന്നെങ്കിൽ പ്രോഫിറ്റ് ചെയ്യുക. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ക്രിപ്റ്റോയിൽ എപ്പോഴും പ്രോഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതായത് മുകളിലേക്ക് പോയി നല്ലൊരു വാല്യൂഡായി ഇച്ചിരി ഓവർ വാല്യൂഡ് ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൽ പ്രോഫിറ്റ് ചെയ്യുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുക ഒരു ചെറിയ ക്രാഷിന്. എന്നിട്ട് വീണ്ടും എൻ്റർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം. ഇപ്പം സ്റ്റോക്ക് ട്രേഡിംഗ് പോലെ തന്നെയാണ് ക്രിപ്റ്റോ ട്രേഡിങ്ങും. അതുകൊണ്ട് അങ്ങനെ നോക്കുക. അപ്പോൾ എനിവേ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബിറ്റ് കോയിൻ അങ്ങനെ 100K ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ XRPയെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് അത് വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ്. ബൈ.